ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കെ കരുണാകരന്റെ മകളും KPCC ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് BJP ആസ്ഥാനത്ത് പത്മജ അംഗത്വം സ്വീകരിക്കും. കോൺഗ്രസിൽ നേരിട്ട അവഗണനയിൽ മനം മടുത്താണ് പാർട്ടി വിടുന്നത് എന്നാണ് പത്മജയുടെ വിശദീകരണം. പത്മജയുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്മജയുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം പത്മജ വേണുഗോപാലിനെ കൊണ്ട് BJPക്ക് കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസ് അവഗണിച്ചെന്ന പത്മജയുടെ വാദം ശരിയല്ല. ഉറച്ച മണ്ഡലങ്ങൾ നൽകിയിട്ടും പത്മജ പരാജയപ്പെട്ടു. പത്മജയോട് K കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും പത്മജയുമായി തനിക്ക് ഇനി ബന്ധമില്ലെന്നും K മുരളീധരൻ ആഞ്ഞടിച്ചു. K കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള K കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പത്മജയെ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല. പാർട്ടി ഇവരെ 2 നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, എപ്പോഴാണ് പത്മജ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുന്നത്? മാധ്യമങ്ങളോട് ഒരു പ്രതികരണം ഇതുവരെ പത്മജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. അതായത് മാധ്യമങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പലരോടും സംസാരിച്ചുവെങ്കിലും ഔദ്യോഗികമായി ഒരു പ്രതികരണം എന്തുകൊണ്ട് പാർട്ടി വിടുന്നു? ഇവിടെ ഇതാ K മുരളീധരൻ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. കോൺഗ്രസ് ആകെ ഇവരെ വലിയ വിമർശനം പത്മജയ്ക്കെതിരെ ഉയർത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രതികരണത്തിന് ഇതുവരെ പത്മജ തയ്യാറായിട്ടില്ല. എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജുമാർ, ഇന്ന് രാവിലെ BJPയിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യം നമുക്ക് ലഭ്യമായ വിവരം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകിട്ടോടുകൂടി മാത്രമേ BJP ആസ്ഥാനത്തെത്തി അംഗത്വം എടുക്കുകയുള്ളൂ എന്നാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നേരിട്ട് നിന്നെത്തി അംഗത്വം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ BJP ദേശീയ ആസ്ഥാനത്ത് വെച്ചാകും BJPയിലേക്ക് ഔദ്യോഗികമായി തന്നെ പ്രവേശിക്കുക. എന്തായാലും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പല ഘട്ടങ്ങളിലും പത്മജയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് BJPയിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് BJPയിലേക്ക് പോകുന്നു തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ ഒരുപക്ഷെ അത് പാർട്ടി പ്രവേശനത്തിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ. മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ പത്മജ വേണുഗോപാൽ തയ്യാറായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് നേതൃത്വമായി ഏറെക്കാലമായി ഇപ്പോൾ അകൽച്ചയിലാണ്. പ്രത്യേകിച്ചും 2021 തൃശ്ശൂരിൽ വെച്ച് പരാജയപ്പെട്ടു. അതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിലെല്ലാം തന്നെ പരാജയപ്പെടുത്തിയതിൽ പാർട്ടിക്കാർക്ക് കൃത്യമായ പങ്കുണ്ട്. പക്ഷേ ആ പാർട്ടിക്കാർക്ക് കൃത്യമായ ഒരു പദവി നൽകിക്കൊണ്ട് നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചു. ഇതിലെല്ലാം തന്നെ കടുത്ത പ്രയാസം അനുഭവിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി വിടുന്നത്. മാത്രമല്ല രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ പത്മജ വേണുഗോപാൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അത് ലീഗിന് നൽകാനൊരു ധാരണയിലെത്തിയ സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു വഴിയും അടഞ്ഞൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വിമർശനം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഹൈക്കമാൻഡ് അടക്കം പല ഘട്ടങ്ങളിൽ പരാതി നൽകിയിട്ടും ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂടാതെ K കരുണാകരന്റെ സ്മാരക മന്ദിര നിർമ്മാണം ഇഴഞ്ഞു നിന്നതിലും വലിയ പ്രതിഷേധം പത്മജ വേണുഗോപാൽ അത് കഴിഞ്ഞ മാസങ്ങളടക്കം നൽകിയ അഭിമുഖത്തിൽ അത് പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇതിലെല്ലാം തന്നെ കാരണമാണ് ഇപ്പോൾ BJPയിലേക്ക് പോകുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ തിരിച്ചടിയാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ BJPയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് സംബന്ധിച്ച് സംസ്ഥാനത്തെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എത്രത്തോളം ഈ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് ഇനിയുള്ള ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒരു പക്ഷേ ചാലക്കുടിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള സാധ്യതയും ഏറുന്നുണ്ട്. നിലവിലിപ്പോൾ ഡൽഹി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റു ഒരു തരത്തിലൊരു പദവികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ രാവിലെയും അനുനയ ചർച്ചകൾ നടന്നു എന്നാണല്ലോ കേട്ടത്. KC വേണുഗോപാൽ
ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്മജയുമായി സംസാരിച്ചു. പക്ഷേ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ അനുനയ നീക്കങ്ങൾ ഒട്ടും ഫലം കാണാതിരുന്നത് ഏത് സാഹചര്യത്തിലാകാം? ബിജുമാർ, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നതിന്റെ അഭ്യൂഹം ഇന്നലെ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് നേതാക്കളും പത്മജ വേണുഗോപാലുമായി സംസാരിച്ചു. അവർ നേതൃത്വത്തിനോട് ഫോണിൽ സംസാരിച്ചു. പക്ഷേ ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം തന്നെ തോൽപ്പിച്ചവർക്ക്, തന്നെ പരാജയപ്പെടുത്തിയവർക്ക് ഒരു പദവി സംസ്ഥാനത്ത് നിന്ന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രാദേശികമായിട്ടുള്ള പല വിഷയങ്ങളും പത്മജ വേണുഗോപാൽ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുൻപും ഇത്തരം പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, കെ കരുണാകരന്റെ സ്മാരക മന്ദിരം അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിലെ പ്രതിഷേധവും ഇന്നലെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാന ശ്രമവും എന്ന നിലയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്മജ വേണുഗോപാലെ ഫോണിൽ സംസാരിച്ചു. പക്ഷേ അനുനയ ശ്രമങ്ങളെല്ലാം തന്നെ പാളി. BJPയിലേക്ക് പോകുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പത്മജ വേണുഗോപാൽ. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ BJP ആസ്ഥാനത്ത് വെച്ച് BJPയിലേക്ക് ഒരു അംഗത്വം എടുക്കുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെ ആസ്ഥാനത്തെത്തി പത്മജ വേണുഗോപാലിന് പാർട്ടി അംഗത്വം നൽകും എന്നാണ് ഒടുവിൽ അറിയുന്നത്. വൈകിട്ട് 5 മണിക്കാണ് BJP ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ എത്തുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പത്മജ വേണുഗോപാലിന് പാർട്ടി എല്ലാ കാലത്തും വേണ്ടത്ര പരിഗണന നൽകിയിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പാർട്ടിയോട് ചെയ്തത്. പത്മജയുടെ BJP പ്രവേശനം ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീ കെ കരുണാകരന്റെ മകൾ BJP ചേരുന്നത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിന് ജീവൻ നൽകിയ നേതാവാണ് ശ്രീ കെ കരുണാകരൻ. എന്നും വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൾക്ക് പാർട്ടി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു പാർലമെന്റിലേക്ക് മത്സരിച്ചു, 2 തവണ അസംബ്ലി മത്സരിച്ചു, KPCC ജനറൽ സെക്രട്ടറിയാക്കി, രാഷ്ട്രീയ സമിതി അംഗമാക്കി, AICC അംഗമാക്കി. ഇതിൽ കൂടുതൽ ഒരാൾക്ക് പാർട്ടിയിൽ നിന്ന് എന്താ കൊടുക്കാനുള്ളത്? അപ്പൊ അങ്ങനെ വിട്ടുപോകുന്ന ഒരിക്കലും ശരിയല്ല. അത് കോൺഗ്രസിനെ ഒരിക്കലും ബാധിക്കില്ല. കോൺഗ്രസിന് അതുകൊണ്ട് ദോഷമുണ്ടാകും എന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിപ്പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം കേരളത്തിലെ നേതാക്കൾ അറിയാതെയാണ്. ഡൽഹിയിൽ നിന്ന് നേരിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ V വേണുഗോപാൽ പ്രതികരിച്ചു. 3 വർഷമായി ഓഫറുണ്ട്. അവഗണനയിൽ മനം മടുത്താണ് പത്മജ കോൺഗ്രസ് വിടുന്നത്. ED ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ വേണുഗോപാൽ പ്രതികരിച്ചു. ഒരു ED എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ ഇത്ര ചാനലുണ്ടായിട്ട് എന്റെ ED കാണിക്കൂ, ഇള്ളു കാണിക്കൂ. അല്ലെങ്കിൽ ഇള്ളു കാണിക്കേണ്ടതല്ലേ ED ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തെന്നുള്ളത്? ഒരു ED ചോദ്യം ചെയ്തിട്ടില്ല. ED പേടിച്ചിട്ടാണ് പോയെന്നൊക്കെ ബിന്ദുകൃഷ്ണ പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ളതാണ്. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നും CPM-നെ നേരിടാൻ ഇനി BJP മാത്രമെന്നും K സുരേന്ദ്രൻ പ്രതികരിച്ചു. അല്ല, ഈ പറയുന്ന വലിയ ആവേശം പറയുന്നവരൊക്കെ ഇതിനു മുമ്പ് പാർട്ടിയായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവർ. ഞാൻ അതിനെക്കുറിച്ചൊന്നും എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു എന്താണ് പറയുക, ആളുകളെ കബളിപ്പിക്കുന്ന ഈ നിലപാടുകൾ അവസാനിപ്പിക്കും. ചില ആളുകൾ പറഞ്ഞു പിന്നെ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. പത്മജയുടെ BJP പ്രവേശനം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. കോൺഗ്രസ് മൊത്തമായി നാളെ BJPയിലേക്ക് പോകില്ല എന്നതിന് എന്താണ് ഉറപ്പ് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. പത്മജയ്ക്ക് പിന്നാലെ K മുരളീധരൻ BJPയിലേക്ക് പോകുമെന്ന് P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും AK ആന്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോയി, ഏതെല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും BJPയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത്. കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോകാതിരുന്നത്. ഇപ്പോൾ കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ വാർത്ത വന്നതിന് ശേഷം തൃശ്ശൂരിൽ ചില ചർച്ചകൾ, കൂടിയാലോചനകൾ, കൂടിക്കാഴ്ചകളൊക്കെ നടന്നല്ലോ. എന്താണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്? പൊതുവെ ഇത് ഒരു കോൺഗ്രസിനൊരു പൊളിറ്റിക്കൽ ഷോക്ക് എന്ന മട്ടിൽ വിലയിരുത്തുന്നുണ്ട്. പ്രതികരണങ്ങളൊക്കെ ആ മട്ടിൽ തന്നെയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ TN പ്രതാപൻ ഇന്ന് പ്രചാരണം തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ.
തീർച്ചയായും വിജയകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഷോക്ക് തന്നെയാണ്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമങ്ങൾ അത് കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ വളരെ ശക്തമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് TN പ്രതാപൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് രാമനിലയത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികൾ ചർച്ച ചെയ്ത് അതിൽ സുപ്രധാനമായ തീരുമാനം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചരണം തുടങ്ങുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇന്ന് ഈ യോഗത്തിൽ തീരുമാനിച്ചത്. ഇതുപ്രകാരം ഇന്ന് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതും പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ DCC നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ വൈകാരികമായി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും കാണുന്നത്. കാരണം അർഹമായ എല്ലാ പദവിയും അംഗീകാരങ്ങളും ഈ പത്മജ വേണുഗോപാലിന് നൽകിയതാണ്. പക്ഷേ അവർ ഇപ്പോഴുള്ള ഈ കൂടുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്നതല്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും പറയുന്നത്. MV ഗോവിന്ദനും അത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഒന്നടങ്കം BJPയിലേക്ക് കൂടുമാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയും MM ഹസനും അടക്കമുള്ളവർ രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മജ വേണുഗോപാലിനെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP സംസ്ഥാന പ്രസിഡന്റ് ആകട്ടെ ഇവർ മാത്രമല്ല ഇനിയും പലരും വരാനുണ്ട്. BJPയുടെ പ്രസക്തി കേരളത്തിൽ വർദ്ധിച്ചു എന്നതാണ് ഈ പത്മജയുടെ കൂടുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നത് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതേസമയം തന്നെ തൃശ്ശൂരിലെ പ്രവർത്തകർക്കിടയിലെല്ലാം വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അടക്കം തുടങ്ങുന്ന സമയത്ത് ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഈ മുരളി മന്ദിരത്തിൽ നിന്നുമൊക്കെയായിരുന്നു ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിരുന്നത്. പക്ഷേ ഇത് തന്നെ കൈവിട്ടു പോകുമോ എന്നത് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ആശങ്കയുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഈ പത്മജയുടെ കൂടുമാറ്റത്തെ പ്രതിരോധിക്കാനുള്ള നീക്കം അത് കോൺഗ്രസ് ക്യാമ്പിൽ വളരെ ശക്തമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതൊരു തിരിച്ചടിയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നടത്തുന്നത്. വിജയകുമാർ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പത്മജയുടെ BJP പ്രവേശനത്തിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ട്, ആ തീരുമാനത്തിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരിൽ TN പ്രതാപൻ അത് പ്രതിരോധിക്കാനുള്ള ചില നീക്കങ്ങളിലേക്ക് കടന്നു. കെ മുരളീധരന്റെ കടുത്ത രാഷ്ട്രീയ വിമർശനമൊക്കെ അക്കാര്യത്തിലുണ്ടായി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അഭിമന്യു വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായ രേഖകൾ ഈ മാസം 18-ന് പ്രോസിക്യൂഷൻ വീണ്ടും കോടതിക്ക് കൈമാറും. കുറ്റപത്രമടക്കം 11 രേഖകളാണ് കാണാതായത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയുള്ള NIA അന്വേഷണത്തിലാണ് രേഖകൾ കാണാതായ വിവരം പുറത്തിറങ്ങിയത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് SFI ആവശ്യപ്പെട്ടു. CPMന്റെ പൂർണ്ണ അറിവോടെയാണ് രേഖകൾ കാണാതായത് എന്നായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ ആരോപണം. കേസ് അട്ടിമറിക്കുക എന്നത് CPMന്റെ അജണ്ടയാണ്, CPMന്റെ ലക്ഷ്യമാണ്. കാരണം മനസ്സിലാക്കുക, എറണാകുളം മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി, അതും SFI പ്രവർത്തകനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമായി മരണത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തുടക്കം മുതൽ ഞങ്ങളതിൽ പറയുന്നു. അതിൽ ഇരയോടൊപ്പം വേട്ടക്കാരോടൊപ്പം ഓടുന്ന സമീപനമാണ് CPM തുടക്കം മുതൽ അനുവർത്തിച്ച് പോന്നിരുന്നത്. ആ രക്തസാക്ഷ്യത്തെ വിറ്റ് കാശാക്കിയ സംഘടനയാണ് SFIയും CPMും എന്ന് പറയുന്നത്. രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അതെന്താണെന്ന് പരിശോധിക്കുക. ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ DGPയോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഭിമന്യു കൊലക്കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത്. സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഡിജിറ്റൽ രേഖകൾ ഉള്ളതിനാൽ വിചാരണ നീണ്ടുപോകുമെന്ന് കരുതുന്നില്ലെന്നും പരിജിത്ത് പ്രതികരിച്ചു. അതായത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. കോടതി ഇത് കാണാണ്ട് പോയെന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് അത് നെറ്റലുണ്ടാക്കുന്ന വിഷയമാണ്. കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച്, ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും? അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് ഈ രേഖ കാണാണ്ട് പോയതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കടുത്ത നടപടിയൊന്നും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അഭിമന്യു കൊലക്കേസിലെ പ്രധാന തെളിവുൾപ്പെടെ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായതിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPMും തമ്മിൽ ശക്തമായ ധാരണയുണ്ട്. പ്രധാന പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലുള്ള കളികളുമാണ്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPMും തമ്മിൽ ശക്തമായിട്ടുള്ള ധാരണയാണുള്ളത്.
നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ PFIയെ സഹായിക്കുന്ന നിലപാടാണ്, ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇപ്പോൾ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഈ രേഖകൾ നഷ്ടപ്പെട്ടതിൽ എന്നതാണ് പുതിയ വിവരം. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ, സംശയമുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇത് കോടതിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കക്ഷികൾ പോലീസിനെ സമീപിക്കാതെ ഈ വിഷയത്തിൽ പോലീസിന് അന്വേഷണം നടത്തുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പരാതി ആദ്യം വരട്ടെ എന്നുള്ളതാണ് പോലീസ് നിലപാടെടുത്തിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ആഭ്യന്തര അന്വേഷണത്തിന് ഈ വിഷയത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുറ്റകൃത്യം നടക്കുകയും അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ സംഘം കോടതിയെ വിശ്വസിച്ചേൽപ്പിക്കുന്ന തെളിവുകൾ, അത് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ വെരിഫൈ ചെയ്ത് സൂക്ഷിക്കുന്ന ആ തെളിവുകൾ എങ്ങനെ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളത് മറുപടി പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം നടക്കേണ്ട വിഷയമാണ്. ഇതിന് കോടതിക്ക് അന്വേഷിക്കുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷിക്കാൻ സാധിക്കുക പോലീസാണ്. സ്വാഭാവികമായും പോലീസ് ഈ വിഷയത്തിൽ കോടതിയിൽ നടന്ന ഒരു നടപടി എന്ന രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോവുകയാണ്. അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇതിൽ പല രീതിയിൽ ഈ അന്വേഷണം നടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ഏതായാലും അഭിമന്യു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ ഈ രേഖകൾ നഷ്ടമായത് വളരെ ഗൗരവത്തോടെയാണ് ഹൈക്കോടതി അടക്കം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തറിയാനായിട്ട് കാത്തിരിക്കുകയാണ് വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും. വിജയകുമാർ. ശ്യാമ, ഇതിൽ ഹൈക്കോടതിയുടെ ആഭ്യന്തര അന്വേഷണം മാത്രം മതിയാകുമോ ഇത് ഈ രേഖകൾ പോയതിൽ? അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിൽ ബോധപൂർവമായി രേഖകൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു തരം ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണല്ലോ. അത് ഈ കുറ്റക്കാരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ രേഖകൾ നഷ്ടപ്പെടുത്താനൊക്കെയുള്ള ബോധപൂർവമായ നീക്കമാണല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ ആ നിലയ്ക്കുള്ള പരിശോധന കൂടി വേണ്ടേ? അത് ഇനി പോലീസിന് ആരാണ് അക്കാര്യത്തിൽ പരാതി നൽകേണ്ടത്? കോടതിയാണോ പരാതി നൽകേണ്ടത്? അതോ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുകയാണോ? എന്താണ് അതിൻ്റെ നടപടിക്രമം? വിജയകുമാർ, ഈ വിഷയത്തിൽ ഇന്നലെ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ ഒരു പരാതി, അത് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായി എന്നുള്ളതിൽ ഒരു പരാതി ലഭിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. അത് അഭിമന്യുവിൻ്റെ ബന്ധുക്കളോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കക്ഷികളോ ആണ് പരാതി നൽകുന്നതെങ്കിൽ പോലീസ് ഒരുപക്ഷെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. കാരണം ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിലവിൽ കേരളത്തിലുള്ള ഒരു ഏജൻസി അത് പോലീസ് തന്നെയാണ്. കോടതിയിൽ നിന്നൊരു വസ്തു കാണാതെ പോയെന്ന് പറയുമ്പോൾ അത് മോഷണമാണ്. സ്വാഭാവികമായും ആര് മോഷ്ടിച്ചു, എങ്ങനെ മോഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള ഒരു ഏജൻസി പോലീസാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമായി മാറുകയാണ്. പക്ഷേ ഇതുവരെ ഒരു പരാതി ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. കോടതിയുടെ ആഭ്യന്തര അന്വേഷണം അത് കോടതിയുടെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. പിന്നീട് അത് പോലീസിനെ അറിയിക്കുമോ എന്നുള്ളത് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കോടതിക്കുള്ളിൽ പബ്ലിക് ഡോക്യുമെന്റായി സമർപ്പിക്കപ്പെട്ട തെളിവുകൾ മോഷണം പോയി, കാണാതെ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മോഷണ കുറ്റമാണ്. അത് അന്വേഷിക്കേണ്ടതില്ല എന്നൊരു ചോദ്യം കൂടി പൊതുസമൂഹം ശരി ശ്യാം, എന്തായാലും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നാടാകെ ചർച്ച ചെയ്ത ഒരു കേസിലെ പ്രധാനപ്പെട്ട രേഖകളാണ് കോടതിയിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നാണ് സൂചന. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.